ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വാങ്ങിച്ച നാടൻ റോസ് ഇല്ലേ, അതിലെ പൂ ഒന്ന് കാണിച്ചു തരാം. ഞാൻ റെഡ് കളർ റോസ് ആയിരിക്കും എന്ന് കരുതിയിട്ട് വാങ്ങിച്ച ഒരു പ്ലാന്റ് ആണത്. അപ്പോൾ നമ്മുടെ റോസിനെ കാണിച്ചു തരാം. അടിപൊളി പനിനീർ റോസാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. റെഡ് കളർ റോസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇത് ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന റെഡ് കളർ റോസും ഇതും കൂടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇത് പിങ്ക് കളറാണ്, പനിനീർ റോസാണ്, നല്ല മണമുണ്ട്. ഞാൻ വാങ്ങിച്ച 3 പ്ലാന്റും പനിനീർ റോസാണ്. ഈ പൂ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതാ കണ്ടില്ലേ, ഇത് ഓൾറെഡി ഞാൻ വാങ്ങിച്ചപ്പോൾ നിന്ന മൊട്ടാണ്, അത് വിരിഞ്ഞതാണ്. ഇതൊക്കെ പോയിട്ട് ഇനി പുതിയത് വരേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ എനിക്ക് റെഡ് കളർ റോസ് വേണം. ഇത് നമ്മൾ കാണുന്ന റെഡ് കളർ റോസ് വന്നിട്ട് നാടനല്ല, ഇതൊക്കെ നാടനാണ്. പിന്നെ ഞാൻ നശിച്ചു പോയി എന്ന് കരുതിയിട്ടുള്ള എൻ്റെ പഴയ ഒരു റോസയാണ് ഇതായി നിൽക്കുന്നത്. ഇതിൽ അടിപൊളി നല്ല റെഡ് കളർ റോസ് വരികയും ചെയ്യും, നല്ല വലിയ പൂ വരികയും ചെയ്യും. ഇത് നശിച്ചു പോയി എന്ന് കരുതി, പക്ഷെ ഞാൻ വളമൊക്കെ കൊടുത്ത് മണ്ണെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തപ്പം ആൾ വീണ്ടും വളരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ നിൽക്കുന്നത് വൈറ്റ് കളർ റോസാണ്. അത് ഇനിയിപ്പം മൊട്ട് വന്ന് വിരിയുമ്പോഴേ അറിയാവും. കാരണം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴൊന്നും മൊട്ടും ഇല്ല, പൂവും ഇല്ല, എല്ലാം കരിഞ്ഞ് പാടിയതിന് ശേഷമാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. പൂ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു 2 ടിപ്സ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ മണി പ്ലാന്റ്സ് വെള്ളത്തിൽ വളരുന്നത് എങ്ങനെ, വെള്ളത്തിൽ ഹെൽത്തി ആയിട്ട് മണി പ്ലാന്റ്സിനെ എങ്ങനെ നമുക്ക് നിർത്താൻ കഴിയും. നമ്മൾ മണ്ണിൽ വളർത്തുന്നത് നോക്കി, അത് എങ്ങനെയൊക്കെ കെയർ ചെയ്യണമെന്ന് നമ്മൾ നോക്കി. പക്ഷേ ഇനി വെള്ളത്തിൽ എങ്ങനെയാണ് അത് കെയർ ചെയ്യേണ്ടതെന്ന് നോക്കണം. അപ്പം ഇതാ ഞാൻ കണ്ടില്ലേ, ഞാൻ കട്ടിങ്സിൽ വെച്ചതാണ്. ഇത് വള്ളി പോലെ വളർന്നു കിടന്നൊരു പ്ലാന്റ് ആയിരുന്നു. അതിനെ ഞാൻ കട്ട് ചെയ്ത് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. എന്തുമാത്രം വേര് വന്നിട്ടുണ്ടെന്ന് നോക്കണം. അതുപോലെ തന്നെയാണ് ഓരോരോ കട്ടിങ്സ് ഞാൻ വെച്ചത്. ഇതും അതുപോലെ ഇലകൾ ആ നോടോടുകൂടി കട്ട് ചെയ്ത്, ഞാൻ നിങ്ങളുടെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോടോടുകൂടി കട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അതും ഇതുപോലെ വേര് വരുമെന്ന്. അതേപോലെ ഞാൻ വെച്ചെടുത്തൊരു സാധനമാണ്. അപ്പോൾ അതിന് നല്ല വേരൊക്കെ ഉണ്ട്. നല്ല ആ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. ആ ഇലയൊക്കെ നല്ല രസമായിട്ട് നിൽപ്പുണ്ട്. ഇത് ഈ ഇടയ്ക്കായിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതാണ്. അതിൽ വേര് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൽ വേര് വരുന്നുണ്ട്. അപ്പം ഇത് ഞാനിപ്പം ലാസ്റ്റ് ചെയ്തപ്പം കട്ട് ചെയ്ത് മാറ്റി, അതൊരു ഇത് ഒടിഞ്ഞു കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വെച്ചതാണ്. പിന്നെ ഇതാ ഈ ഒരു വലിയ ലീവ്സ് ഉള്ളത്, ഇത് വന്നിട്ട് ഞാൻ വെളിയിൽ മതിലിൽ വളരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. അത് ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പം തറയിൽ അങ്ങ് വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് തിരിച്ച് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റി കളയാൻ എനിക്ക് തോന്നിയില്ല. ഞാനെടുത്ത് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ലീഫ് വലുതാവാൻ കാരണം തന്നെ അത് വെളിയിൽ മണ്ണിൽ വെച്ചിരുന്നത് കൊണ്ടാണ്. അത് ആ ചെവരിലോട്ട് വളർന്നു വന്ന പ്ലാന്റ് ആയിരുന്നു. ഇതെല്ലാം ഒരു പ്ലാന്റിൽ നിന്നുള്ള ലീവ്സ് തന്നെയാണ്. പക്ഷേ ഡിഫറെൻറ്റ്, നമ്മൾ ഓരോ സ്ഥലത്ത് വെക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് അത് വരുന്നതേ ഉള്ളൂ. ഇതിലടുത്ത് ഇനി വേര് വരുമ്പം നമുക്കിത് എന്ത് വേണം, ഇത് വേണമെങ്കിൽ ഇല കട്ട് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ നോടോടുകൂടി എല്ലാം കട്ട് ചെയ്തും വെക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. ഇതും ഈ ഇലയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കാനും എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളടുത്ത് പറഞ്ഞുതരാം. വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. കുറേ പേർക്ക് അറിയായിരിക്കും, കുറേ പേർക്ക് അറിയില്ലായിരിക്കും. ഞാനും ആദ്യം അറിഞ്ഞൂടായിരുന്നു. അപ്പം ഞാൻ 2-3 കാര്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളടുത്തും കൂടെ ഞാൻ ഷെയർ ചെയ്യണത്. എല്ലാ പ്ലാന്റ്സിനെയും കൂടെ ഞാൻ വെളിയിൽ വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്കൊന്ന് ക്ലിയർ കിട്ടാൻ വേണ്ടിയിട്ട് വെളിയിൽ കൊണ്ടുവച്ച് കാണിക്കാമെന്ന് കരുതി. വെള്ളത്തിൽ വെച്ചിരിക്കുന്ന മണി പ്ലാന്റ്സിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരെ ഒന്ന് എടുത്ത് പൈപ്പിൻ്റെ മുകളിലൊന്ന് നനച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ തന്നെ ആ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. അപ്പം ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം ചെയ്തത്, ഇതിപ്പോൾ അയൺ ടാബ്ലറ്റാണ്. ഞാൻ ഇതിനിടയ്ക്ക് ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് ഞാൻ പറഞ്ഞില്ല, പ്രഗ്നൻസി എനിക്ക് 5 മാസം വരെ അതിലേക്ക് ആവശ്യം വന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം വന്നതൊക്കെ എനിക്ക് എക്സ്പയറി ആയതെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോളിക് ആസിഡിൻ്റെ ഞാൻ ഇതിലൊക്കെ ഓരോന്നും ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെടികൾക്ക് യാതൊരു തരത്തിലുള്ളൊരു കുഴപ്പമില്ല, ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാമെന്ന് കരുതി. ഇത് അയൺ ടാബ്ലറ്റാണ്. ഇതിൽ നിന്ന് ഓരോന്ന് വീതം, ഇതിപ്പോൾ ചെറിയ ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് ഞാൻ അതുപോലെ ഗുളിക വലുതാണ്, അതുകൊണ്ട് പകുതി ഒഴിച്ച് ഓരോന്നിൽ വീതം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊക്കെ എക്സ്പയറി ആയിട്ട് നമ്മളെടുത്ത് വെളിയിൽ കളയണതിനേക്കാളും ഇത് കുറച്ച് ബെറ്റർ ഓപ്ഷനാണ്. ഞാൻ ഇതിനു മുമ്പും ടാബ്ലറ്റ് പൊട്ടിച്ച് മണ്ണിലൊക്കെ ഇട്ട് കൊടുക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളത്തിലാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പകുതി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അതിനി 2 ആഴ്ച വരെയൊക്കെ ഇരിക്കും. പെട്ടെന്നൊന്നും കൊതുകും മുട്ടയിടില്ല. കാരണം ഞാൻ ടെസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയണത്. എന്നിട്ട് നമ്മൾ ഈ ലീഫിലൊക്കെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും എല്ലാം ചെയ്യുമ്പോഴത്തേക്കും ഇത് നല്ല സൂപ്പറായിട്ട് ഈ ഒരു ഇതിൽ നിന്നോളും.
അല്ലാതെ വേറെ പ്രത്യേകിച്ച് ചിലവ് കൂടിയ കാര്യങ്ങളൊന്നും നമ്മൾ ഈ പ്ലാന്റ്സിന് കൊടുക്കേണ്ട, ഈ വെള്ളത്തിൽ നിൽക്കുന്ന പ്ലാന്റ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ എല്ലാം വാഷ് ചെയ്ത് വേറെ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പഴയ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടില്ല, വേറെ വെള്ളം എടുത്ത് അതിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഓറഞ്ചിൻ്റെ തൊലി മാറ്റി വെച്ചിട്ട് കളയാതെ അതൊരു ഫെർട്ടിലൈസറായിട്ടും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എങ്ങനെയാണ് എടുത്ത് സ്പ്രേ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇതിന് മുൻപ് ഞാൻ പഴത്തിൻ്റെ തൊലി, അതുപോലെ സവാളയുടെ അങ്ങനെയുള്ള കാര്യങ്ങളുടെ തൊലി, ഇതൊക്കെ വെള്ളത്തിയിട്ട് അത് ഞാൻ സ്പ്രേ ചെയ്യുന്നതും ഒഴിക്കുന്നതെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓറഞ്ചിൻ്റെ എനിക്ക് ആ സമയത്ത് കിട്ടിയില്ല. അപ്പം ഇപ്പോൾ എനിക്ക് നോമ്പായതുകൊണ്ട് ഈ ഓറഞ്ചിൻ്റെ ഇതുണ്ടായിരുന്നു, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് മാത്രമല്ല, നാരങ്ങ പിഴിഞ്ഞതിൻ്റെ തോടും ഇതിൻ്റെ കൂടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ലൊരു ഫെർട്ടിലൈസറാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ എടുത്ത് വെളിയിൽ കളയില്ല, ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് നമ്മുടെ കമ്പോസ്റ്റിൽ തന്നെ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് അവിടെ കിടന്ന് കമ്പോസ്റ്റ് ആയിക്കോളും. അപ്പോൾ നമുക്കിതുകൊണ്ട് 2 യൂസ് ഉണ്ടാവും. നമുക്ക് ഒരു ഫെർട്ടിലൈസറും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കമ്പോസ്റ്റിലേക്ക് ഇടാനും പറ്റും. പിന്നെ ഈ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് എല്ലാ ചെടികളിലും തളിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇത് നമ്മൾ അരിച്ചെടുത്തിട്ട് അങ്ങനെ എടുത്ത് ഒഴിക്കാനോ അല്ലെങ്കിൽ ഇലകളിൽ തളിക്കാനോ പാടില്ല. അതിൽ വെള്ളം നമ്മൾ ചേർത്ത് വേണം ഒഴിക്കാനും തളിക്കാനും എല്ലാം. ഇത് കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഇതിനൊന്ന് ഡ്രൈ ആക്കി മാറ്റി എന്നിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുക്കുന്നതിന് കാരണം നമ്മൾ സ്പ്രേ ബോട്ടിലിൻ്റെ അകത്തോട്ട് കയറി ഇതിൻ്റെ ചെറിയ ചെറിയ കുരുവൊക്കെ ഉണ്ടെങ്കിൽ കയറി അടയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിച്ചാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് അരിച്ചൊഴിച്ചിട്ട് ഞാൻ മൊത്തം എടുക്കുന്നില്ല, പകുതി എടുക്കുന്നില്ല, അതിൻ്റെ താഴോട്ട് എടുത്തിട്ട് ബാക്കി മൊത്തം ഞാൻ വെള്ളമാണ് അതിൽ നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്യാവൂ. ഒന്നുകിൽ നമുക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് അപ്പം തന്നെ എല്ലാ ചെടികളിലും ഒഴിച്ചു കൊടുക്കാം, അപ്പം തന്നെ തീർക്കാം. അല്ലെങ്കിൽ അതങ്ങ് ആ സ്പ്രേ ബോട്ടിൽ തന്നെ വെച്ചിരുന്ന് ഒരു ഡെയിലി രാവിലെ എടുത്ത് ഒന്ന് തളിച്ചു കൊടുത്താലും ഈ ഇലകളിലുണ്ടാകുന്ന അസുഖങ്ങൾക്കും ഇലകളിലുണ്ടാകുന്ന അതിനൊക്കെ നല്ലൊരു മരുന്നാണ്. അപ്പം ഡെയിലി അങ്ങനെയും ചെയ്യാം. ഞാൻ അങ്ങനെയും ഡെയിലി ചെയ്തിട്ടുണ്ട്. നാരങ്ങ തോട് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഡെയിലി കൊണ്ടുവന്ന് എല്ലാ ചെടികളിലെ ഇലകളിലൊക്കെ അടിച്ചു കൊടുക്കും. നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും. മണി പ്ലാന്റ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതേപോലെ നല്ലൊരു ഇൻഫർമേഷനുമായിട്ട് കാണാം. ബൈ.